തിരിച്ചു ചെല്ലുമ്പോൾ അമ്മയോട് എന്തു പറയുന്ന ഞാൻ ആലോചിക്കുന്നത്. അത് പിന്നത്തെ കാര്യമല്ലേ, ആദ്യം ഇത് കഴിയട്ടെ. ഈ അരുന്ധതി മാഡം എങ്ങനെയാ ആള്? നല്ല ദേഷ്യക്കാരിയാ. പുള്ളിക്കാരിയാണ് കോടതിയിലെന്ന് അറിയുമ്പോൾ തന്നെ എതിർഭാഗം വക്കീലിന് നല്ല പേടിയാ. ഇതുകൊണ്ട് വരുന്നു അതായിരുന്നത്. ഇതാണോ വലിയ ദേഷ്യക്കാരി? എന്നിട്ട് ചിരിച്ചു കളിച്ചോണ്ടാണല്ലോ വരുന്നത്. സാക്ഷിയെ പോയി കണ്ടിരുന്നോ? ഇല്ല മാം. സാക്ഷിയെ നേരിൽ പോയി കണ്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം എന്നല്ലേ പറഞ്ഞിരുന്നത്? അത് മാം ഞാൻ ഫോണിൽ വിളിച്ചിരുന്നു. ഫോണിൽ വിളിക്കാനാണോ പറഞ്ഞത്? നേരിൽ പോയി കാണാനല്ലേ? എന്നിട്ട് എന്താ പോവാത്തെ? ഉച്ചയ്ക്ക് മുന്നേ അയാളെ പോയി കണ്ട് സംസാരിച്ച് എന്നെ വിളിച്ചിരിക്കണം. ആ പിന്നെ നാളെ ഹാജരാവേണ്ട കേസിന്റെ ഫയലിന്റെ ടേബിളില്ലേ? ഇപ്പൊ ഞാൻ പറഞ്ഞ 2 കാര്യങ്ങളും 5 മിനിറ്റിൽ നടന്നിരിക്കണം. ഈസ് ദാറ്റ് ക്ലിയർ? ഈസ് ദാറ്റ് ക്ലിയർ? യെസ് മാം. പിന്നെ എന്താ നോക്കി നിൽക്കുന്നേ? ഗോ. ഇത്രയും ദേഷ്യം മതിയോ? ഹായ് സുധ. ഹായ്. കുറെ നാളായല്ലേ കണ്ടിട്ട്? അതെ അതെ. ആ ഇതാണല്ലേ ആവണി? ആ ആ കുടിക്കാൻ എന്താ വേണ്ടത്? ചായ എടുക്കട്ടെ? രാഖി. യെസ് മാഡം. ആ ചേച്ചിയോട് 3 ചായ എടുക്കാൻ പറയും. സുധയുടെ ഹസ്ബൻഡ് ആണല്ലേ മോഹന് വേണ്ടി വാദിക്കുന്നത്? അതെ, ഞാൻ മാക്സിമം പറഞ്ഞു നോക്കി, പക്ഷെ പുള്ളി പിന്മാറാൻ തയ്യാറല്ല. അത് സാരമില്ല, ആരെങ്കിലും ഒക്കെ വാദിക്കണ്ടേ? നാരായണ വക്കീൽ അയച്ച പെറ്റീഷൻ ഞാൻ കണ്ടിരുന്നു. ആവണി അത് കണ്ടില്ലേ? എന്താണ് ആവണിക്ക് പറയാനുള്ളത്? ആരാണ് ഈ അമ്പിളി? അരുന്ധതി, ആവണിയെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് വക്കീലും മോനും കൂടെ കെട്ടിച്ചമച്ച കഥയാ അതൊക്കെ. അത് ആവണി പറയട്ടെ. ആവണി പറയും, സത്യസന്ധമായിട്ട് എല്ലാം പറയും. ഹൂ ഈസ് അമ്പിളി? അമ്പിളി എൻ്റെ ഫ്രണ്ടാണ് മാഡം. ജസ്റ്റ് എ ഫ്രണ്ട്? അല്ല മാഡം, എനിക്ക് എന്ത് പ്രശ്നം ഉണ്ടായാലും അവൻ മുന്നിലുണ്ടാവും. എനിക്ക് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും ഏത് സമയത്തും ധൈര്യമായിട്ട് വിളിക്കാൻ പറ്റുന്നൊരു ഫ്രണ്ട്. അങ്ങനെയുള്ള അമ്പിളി എങ്ങനെയാണ് മോഹന്റെ കണ്ണിൽ കരടായത്? അയാളുടെ സംശയരോഗം. പക്ഷെ മോഹൻ പറയുന്നത് സംശയാസ്പദമായ രീതിയിൽ നിങ്ങളെ കണ്ടു എന്നൊക്കെയാണ്. അങ്ങനെയൊന്നും ഇല്ല മാഡം, എല്ലാം അയാളുടെ സംശയരോഗമാണ്. അല്ല ആവണി, ഇതിൽ പറയുന്ന 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഒന്ന്, ആവണി ആരും അറിയാതെ കുഞ്ഞിനെ അബോർട്ട് ചെയ്യാൻ പോയി. ഇതറിഞ്ഞ് ഇത് അന്വേഷിക്കാനായിട്ട് മോഹൻ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ഹോസ്പിറ്റൽ ഫയലിൽ മോഹന്റെ പേരിന് പകരം ശ്രാവൺ. ഇത് ആ അമ്പിളി തന്നെയല്ലേ? അതിനെന്ത് എക്സ്പ്ലനേഷൻ ആണ് ആവണിക്ക് തരാനുള്ളത്? അരുന്ധതി, അത് ഞാൻ പറയാം. ആവണി പറയട്ടെ. ആവണിക്ക് എന്താ പറയാനുള്ളത്? അപ്പോ അതിനുത്തരം ഇല്ല. പിന്നെ അവർ പറഞ്ഞിരിക്കുന്ന പ്രധാന പോയിന്റ്, ആവണി രാത്രിയിൽ സ്ഥിരമായിട്ട് ആരെയോ കാണാൻ പോവാറുണ്ടെന്ന്.
അങ്ങനെ സ്ഥിരമായിട്ട് പോകാറൊന്നുമില്ല മാഡം. ഒറ്റ പ്രാവശ്യമേ പോയിട്ടുള്ളൂ. ഒറ്റ പ്രാവശ്യമാണെങ്കിലും പോയില്ലേ? അതാരെ കാണാനാണ് പോയത്? ഇതിനൊക്കെ ഉത്തരം കിട്ടാതെ ഈ കേസ് ഞാൻ എങ്ങനെ ഏറ്റെടുക്കും? ശരി, പെട്ടെന്ന് പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട. എപ്പോ പറയാൻ പറ്റും? ചായ കുടിക്കേ. സുധ ഒരു കാര്യം ആവശ്യപ്പെട്ട് എനിക്കത് ഒഴിവാക്കാനാവില്ലല്ലോ. ആവണിയുടെ കേസ് ഞാൻ ഏറ്റെടുക്കാം. പക്ഷെ ഇനി നമ്മൾ തമ്മിൽ കാണുമ്പോൾ ഞാൻ ചോദിച്ച 2 ചോദ്യങ്ങൾക്ക് ഉത്തരം. എന്തിനമ്പിളിയുടെ പേര്? ആരെ കാണാൻ പോയി? ഇത് ആവണി പറയണം. എന്നാലേ കേസ് മുന്നോട്ട് പോകും. ഞാൻ പറയാം മാഡം. അപ്പോ ആവണിയുടെ സ്റ്റാൻഡ് എന്താണ്? ഡിവോഴ്സ് തന്നെയാണോ? മാഡം, എൻ്റെ മോക്ക് ഞാനൊരു വാക്ക് കൊടുത്തിട്ടുണ്ട്, ഒരിക്കലും ഡിവോഴ്സ് ചെയ്യില്ല. അപ്പൊ ഡിവോഴ്സ് വേണ്ടേ? ഡിവോഴ്സ് വേണം മാഡം. പക്ഷെ അതിനു മുൻപ് കോടതിയിൽ അയാളുടെ മുഖംമൂടി അഴിഞ്ഞു വീഴണം. അത് കണ്ട് എൻ്റെ മോള് തന്നെ എന്നോട് പറയണം ഡിവോഴ്സ് കൊടുക്കാൻ. അങ്ങനെയാണെങ്കിൽ മാത്രം എനിക്ക് ഡിവോഴ്സ് മതി മാഡം. എനിക്ക് സുധയുടെ 1-2 കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്. ആവണി ഇരിക്കെ, നമുക്ക് അങ്ങോട്ട് മാറിയിക്കാം. ആ രവി, ആവണി എന്ന് പേരുള്ള ഒരു ക്ലയന്റ് അകത്തുണ്ട്. അവരുടെ വക്കാലത്ത് ഒപ്പിട്ട് വാങ്ങിയേക്കും. ശരി മാഡം. ആ പിന്നെ 5 മിനിറ്റിൽ ഫയൽ എന്റെ ടേബിൾ വരണമെന്ന് പറഞ്ഞിട്ട് കയ്യിലുണ്ട് മാം. ആ അത് അകത്തേക്ക് വെച്ചേക്ക്. ശരി. സുധാ, താൻ പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ കേസ് എടുക്കുന്നത്. താൻ എന്നെ ഒന്ന് വിശ്വസിക്കേ. എനിക്ക് നിന്നെ വിശ്വാസമാടോ? അതുപോലെ തന്നെ തനിക്ക് ആവണിയെ വിശ്വസിക്കാം. ഉം. അവളുടെ ഭാഗത്ത് ന്യായമുണ്ട്. അല്ലെങ്കിൽ ഞാൻ ഇതിനൊക്കെ ഇറങ്ങിത്തിരിക്കാൻ തനിക്ക് തോന്നുന്നുണ്ടോ? അതാ ഞാൻ പറഞ്ഞത് എനിക്ക് തന്നെ വിശ്വാസമാണെന്ന്. പക്ഷേ ഈ 2 കാര്യം അതെനിക്ക് അറിഞ്ഞേ പറ്റൂ. അരുന്ധതി, അന്ന് ഹോസ്പിറ്റലിൽ ഹസ്ബൻഡിന്റെ സ്ഥാനത്ത് അമ്പിളിയുടെ പേര് എഴുതാൻ പ്രത്യേകിച്ച് വേറെ ഒരു കാരണങ്ങളും ഇല്ല. അന്ന് ഞാനും ഉണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ. ആവണിയുടെ ഹസ്ബൻഡ് മോഹന്റെ വായിന്ന് വരുന്ന അത്ര നല്ല സംസാരമാണ്. അതുകൊണ്ടാണ് അവൾ അബോർഷനെ പറ്റി ചിന്തിച്ചത് പോലും. അല്ലാതെ അവരെഴുതി പിടിപ്പിച്ച പോലെ അത് അമ്പിളിയുടെ കുഞ്ഞായതുകൊണ്ടല്ല. ഈ കുഞ്ഞിന്റെ കാര്യം അതൊരു വിഷയമല്ല, അത് നമുക്ക് തെളിയിക്കാം. ഈ കാണാൻ പോയെന്ന് പറയുന്ന ആരെയാ? അത് ആവണി തന്നെ പറയും. എനിക്ക് തോന്നിയൊരു കാര്യം പറയട്ടെ. ഇവർക്കിടയിൽ ചെറിയ എന്തോ ഒരു ഇഷ്യൂ ആണ്. നമുക്ക് ഈ കേസ് കോടതി പോവാതെ ഔട്ട് ഓഫ് ദ കോർട്ട് ഒരു കോംപ്രമൈസിന് ശ്രമിച്ചാലോ? അത് അരുന്ധതിക്ക് മോഹനെ പറ്റി വലിയ ധാരണയില്ലാത്തതുകൊണ്ടാണ് ഈ പറയുന്നത്. അങ്ങനെ ഒരു ടോക്ക് നടന്ന മോഹനെ പറ്റി അറിയാലോ. എന്തു പറയുന്നു? നമുക്ക് ആവണിയോടൊന്ന് ചോദിക്കാം. അവളും കൂടെ റെഡി ആവണമല്ലോ. ഇപ്പൊ തന്നെ ചോദിക്കാം, വാ. ശരി. ഇരിക്കെ. ആവണി, നമുക്കൊരു കോംപ്രമൈസ് ടോക്കിന് ട്രൈ ചെയ്താലോ? അതിനൊന്നും അയാൾ സമ്മതിക്കില്ല മാഡം. അവരോട് ചോദിക്കാം. ആവണിക്ക് സമ്മതമാണോ? എന്തിനാ വെറുതെ കുട്ടികളെ അതിലേക്കൊക്കെ വലിച്ചഴിക്കുന്നത്? അതൊക്കെ അവരെ വല്ലാതെ അഫക്റ്റ് ചെയ്യും. ആവണി തന്നെയല്ലേ പറഞ്ഞത് മാളുവിന് വാക്ക് കൊടുത്തെന്ന്, ഒരിക്കലും ഡിവോഴ്സ് വാങ്ങില്ലെന്ന്. സോ ലെറ്റ്സ് മേക്ക് എ ട്രൈ. എന്നോട് അത്രയും ക്രൂരമായതൊക്കെ ചെയ്തിട്ടുണ്ട് മാഡം. അതൊക്കെ നമുക്ക് പറഞ്ഞു തീർക്കാം. ഇങ്ങനെ തീരുന്നെങ്കിൽ അങ്ങ് തീരട്ടെ ആവണി. നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാലോ. ശരി ചേച്ചി. അങ്ങനെയാണെങ്കിൽ സുധേ, നാരായണ വക്കീലിൽ നിന്ന് വിളിച്ചേ. എപ്പോൾ കാണാൻ പറ്റുമെന്ന് ചോദിക്കേ. പറ സുധേ. ഞാനിന്ന് അരുന്ധതിയെ വന്ന് കണ്ടിരുന്നു. അരുന്ധതിയും ആവണിയും കൂടെ സംസാരിച്ചപ്പോൾ ആവണിക്കൊരു കോംപ്രമൈസ് ടോക്കിന് താല്പര്യമുണ്ട്. അരുന്ധതി നിങ്ങളോട് അതൊന്ന് ചോദിക്കാൻ പറഞ്ഞു.
അരുന്ധതി വക്കീലിന് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ അരുന്ധതി വക്കീൽ വിളിക്കട്ടെ സുധേ. ഇതിലൊക്കെ നീ എന്തിനാ ഇടപെടുന്നേ? എന്താ ഞാൻ ചോദിച്ചാൽ പറ്റത്തില്ലേ? ഇത് കേസിന്റെ കാര്യല്ലേ സുധേ. അരുന്ധതി നേരിട്ട് വിളിക്കട്ടെ. എൻ്റെ അടുത്ത് തന്നെ ഉണ്ട്. എന്നാ ഞാൻ ഫോൺ കൊടുക്കാം. ഓ വേണ്ട, എന്റെ നമ്പർ കൊടുത്തേക്ക്. അരുന്ധതി സമയം കിട്ടുമ്പോൾ വിളിക്കട്ടെ. ആ സുധേ, ഞാൻ കുറച്ച് തിരക്കില്ല, പിന്നെ വിളിക്കാം. ശരി. ഞാൻ നേരിട്ട് വിളിക്കണമല്ലേ? അതെ. നമ്പർ താ. അയച്ചിട്ടുണ്ട്. ഹലോ, നാരായണ വക്കീലല്ലേ? ഹലോ അരുന്ധതി മാഡം, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? ഒരു കേസ് വന്നു. ആവണി മോഹൻ കേസല്ലേ? കോംപ്രമൈസ് സ്റ്റോക്ക് അല്ലേ? സുധ പറഞ്ഞിരുന്നു. ഇത് മാഡം വിളിക്കേണ്ട കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല, സുധ പറഞ്ഞാൽ മതിയായിരുന്നല്ലോ. എന്നാലും അങ്ങനെയല്ലല്ലോ, ഞാൻ നേരിട്ട് വിളിക്കേണ്ട ഒരു മര്യാദ ഉണ്ടല്ലോ. കോംപ്രമൈസ് സ്റ്റോക്കിന് മോഹനം വരും, ഞാൻ കൊണ്ടുവരും. അതുപോലെ മാഡം നേരിട്ട് വിളിച്ചിട്ട് ഞാൻ വരാതിരിക്കുവോ? ഒരു ഡേറ്റ് ഫിക്സ് ചെയ്തെങ്കിൽ പറഞ്ഞാൽ മതി, നമുക്ക് മാഡത്തിന്റെ ഓഫീസിൽ ഇരിക്കാലോ. ശരി വക്കീലെ, താങ്ക് യു. അരുന്ധതി ആരാ വിളി? സുധേ, നിന്റെ ഭർത്താവായതുകൊണ്ട് പറയുന്നതല്ല, അൽപ്പന. അവണി, കോംപ്രമൈസ് സ്റ്റോക്കിന് മുന്നേ അവണി എല്ലാ കാര്യങ്ങളും എന്നോട് പറഞ്ഞിരിക്കണം. ശരി മാഡം. ശരി ചേച്ചി. ശരി. ഇനി പറ, നീ എവിടെ പോയതാ? ഞാൻ പറയാം അമ്മ. പറയേ. ചേച്ചി പൊക്കോ, ഞാൻ വിളിച്ചോളാം. സുധ പോരുത്, ഇങ്ങോട്ടൊന്ന് ഇറങ്ങിക്കേ. എനിക്ക് സുധയോട് കുറച്ച് സംസാരിക്കാനുണ്ട്. അമ്മയ്ക്ക് എന്താ പറയാനുള്ളത്? ചേച്ചി പൊക്കോട്ടെ. നീ ആദ്യം ഞാൻ ചോദിച്ചതിന് ഉത്തരം പറയടി. നീ എവിടെ പോയതാ? നീ ഇവിടെ ആരോടും പറയാതെ ആ പാവം മോഹനെ വിഷമിപ്പിച്ച് ആരെ കാണാൻ അടിപ്പോയത്? നിന്റെ ഈ പ്രവൃത്തി ആ മോഹനെ എത്രമാത്രം വിഷമിപ്പിക്കണമെന്ന് നിനക്കറിയോ? ഇനി പറ, നീ ആരെ കാണാനാ പോയത്? പറയടി. അമ്മ, ഞാൻ പറയാന്ന് പറഞ്ഞില്ലേ, എനിക്ക് അത്യാവശ്യമായിട്ടൊരു സ്ഥലം വരെ പോകാനായിരുന്നു. എനിക്ക് കാർ ഓടിക്കാൻ പാടില്ലാത്തോണ്ട് സുചേച്ചിയും കൂട്ടി വിളിച്ചെന്നേ ഉള്ളൂ. ഇവിടെ നിനക്ക് ആരോടും പറയാൻ വയ്യല്ലോ. ശരി, എന്നാ നീ എന്നോട് പറ, നീ ആരെ കാണാനാ പോയത്? അമ്മ കുറച്ച് സമാധാനം എന്താ? ഞാൻ ഒരിടം വരെ പോയതല്ലേ, കുറച്ച് ക്ഷീണമുണ്ട്, കിടക്കട്ടെ. ചേച്ചി പൊക്കോ. സുധ, നീ അവളുടെ കൂട്ടുകാരിയാണെന്ന് മാത്രമേ എനിക്കറിയൂ. ഒരു നല്ല കൂട്ടുകാരി ചെയ്യേണ്ടതേ അവൾ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ അതിന് കൂട്ടുനിൽക്കുകയല്ല, അവളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അതിനമ്മ ആവണി തെറ്റൊന്നും ചെയ്യുന്നില്ല. മോഹന്റെ കാര്യം ഒന്ന് ഓർത്തു നോക്കിയേ. അവൻ എത്രയെന്ന് പറഞ്ഞ് ക്ഷമിക്കുക? അവനൊരു മനുഷ്യനല്ലേ. നീ ഇതൊന്ന് അവളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. എനിക്കിത്രേ പറയാനുള്ളൂ. ആവണി, എന്താ നിന്റെ ഉദ്ദേശം? നീ ആരാണെന്നാ നിന്റെ വിചാരം? നിന്റെ നടപ്പും എടുപ്പും ഭാവമൊക്കെ കണ്ടാലേ ഈ വീട് മുഴുവൻ നീ അടക്കി ഭരിക്കുവാണെന്ന് തോന്നുമല്ലോ. അമ്മ ഇത് എന്തറിഞ്ഞിട്ടാ അമ്മ? എനിക്കൊന്നും അറിയില്ല, അതുകൊണ്ടാണല്ലോ ഞാൻ കാലത്തമിഴിൽ നിന്നോട് ചോദിക്കുന്നത് എന്താണെന്ന്. അമ്മയ്ക്ക് എന്താ അറിയേണ്ടത്? ആവണി വന്നോ? ഇന്നിനി എവിടെയെങ്കിലും പോകുന്നുണ്ടോ?
വയ്യാത്താണ്, സൂക്ഷിക്കണം. കുഞ്ഞിൻ്റെ കാര്യം പ്രത്യേകം ഡോക്ടർ പറഞ്ഞിട്ടുണ്ടേ. അമ്മ, ഞാനൊന്ന് പുറത്തു പോവാണ്. അമ്മക്ക് എന്തെങ്കിലും വാങ്ങിക്കാനുണ്ടോ? എനിക്കൊന്നും വേണ്ട മോനെ. അവനിക്ക് എന്തെങ്കിലും വേണോ? ചോദിച്ച കേട്ടില്ലേ, നിനക്ക് എന്തെങ്കിലും വേണോന്ന്? അമ്മ അങ്ങനെയും തൊടല്ല. അങ്ങനെ തൊട്ട് കഴിഞ്ഞാൽ ഇവിടെ വേദനിക്കുന്നേ. എടോ ഒന്ന് പോടോ, ചുമ്മാ അമ്മയുടെ മുന്നിൽ കിടന്ന് നാടകം കളിക്കാതെ. ശരി, ഞാൻ പോയേക്കാം. നീ എന്തൊക്കെയാടി വിളിക്കുന്നത്? ആവണി, ഞാനൊന്ന് പുറത്തോട്ട് പോകുന്നുണ്ടേ, വക്കീലിനെ കാണാൻ. വക്കീലിനെ കാണാനോ? എന്തിന്? എന്റെ സുഹൃത്തെ ഭാര്യയായിട്ട് അത്ര നല്ല ടൈംസിലല്ല, അപ്പൊ പിരിയണമെന്ന് പറഞ്ഞേക്കുക. ഈ കൊച്ചുങ്ങൾക്കൊക്കെ ഇത് എന്തിന്റെ കേടാ? സമാധാനമായിട്ട് പോയിക്കൂടെ? എന്തിനാ ഈ പെരിയ നടക്കുന്നത്? പയ്യന് കുഴപ്പമൊന്നുമില്ല അമ്മ, ആ പെങ്കൊച്ചിനാണ് പ്രശ്നം. ഇന്ന് ആ പെങ്കൊച്ച് വക്കീലിനെ കണ്ടെന്ന് പറഞ്ഞു വിളിച്ചു. എന്തായിരുന്നു ആവണി ആ വക്കീലിന്റെ പേര്? അതല്ലെങ്കിൽ നിനക്ക് എങ്ങനെ അറിയാനല്ലേ? ആ, അരുന്ധതി. ഞാൻ എന്നാ പോയിട്ട് വരാമ്മ. ശരി മോനെ. ആ ചെറുക്കന്റെ വക്കീലിനെ എന്നോട് എന്തൊക്കെയോ പറയാനുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അതെന്താന്ന് കേട്ടിട്ട് ഞാൻ വരാം. ശരിയമ്മ. ശരിയാവണി. എന്ത് നല്ല തങ്കപ്പെട്ട സ്വഭാവം. നീ എന്തടി ഇങ്ങനെ ആയി പോയത്? അവനിപ്പോ കണ്ടോ, എവിടെ പോകുന്നു, ആരെ കാണാൻ പോകുന്നു, എന്തിനു പോകുന്നു, എല്ലാം നല്ല വ്യക്തമായിട്ടല്ലേ പറഞ്ഞിട്ട് പോയത്. നിനക്കും ഇതുപോലൊന്ന് പറഞ്ഞിട്ട് പോയിക്കൂടെ? വീട്ടിലിരിക്കുന്നവർക്ക് കുറച്ചെങ്കിലും ഒരു സമാധാനം ഉണ്ടാവുമല്ലോ. ആരോട് പറയാൻ? അമ്മ എപ്പോഴാ തിരിച്ചു പോകുന്നത്? ആ, ഇനിയിപ്പൊ നിനക്കെന്നെ തിരിച്ചു വിടാഞ്ഞിട്ടാ. ഞാൻ എന്തായാലും 2 ദിവസം കഴിഞ്ഞിട്ടേ പോകുന്നുള്ളൂ. അപ്പൊ അച്ഛന്റെ കാര്യമൊക്കെയോ? അച്ഛന്റെ കാര്യമൊക്കെ ഞാൻ വിളിച്ച് പറഞ്ഞോളാം. അവിടെ നിന്റെ അനിയത്തി ത്രിവേണി ഉണ്ടല്ലോ, അവള് നോക്കിക്കോളും കാര്യങ്ങളൊക്കെ. ആർക്കിട്ട് പണിയാനാണ് ഇത്ര ആലോചന? നിങ്ങളുടെ ഏട്ടത്തിക്ക് തന്നെ, വേറെ ആർക്ക്? നിനക്കൊന്ന് ഏട്ടത്തിനെ വെറുതെ വിട്ടൂടെ? ഏട്ടത്തിയുടെ അമ്മയെ വിളിച്ചു വരുത്തിയ ഐഡിയ എന്റെയാ. നീ ആളെ പോയി പണി ഒപ്പിച്ചത്? പിന്നല്ലാതെ. അവരെ ഇവിടെ വിളിച്ചു വരുത്തി ഏട്ടത്തി മോഹനേട്ടന് ഡിവോഴ്സ് ചെയ്യാൻ പോവാണെന്നും ഏട്ടത്തി ആരോടും പറയാതെ എവിടെയൊക്കെ പോവാണെന്നും ഏട്ടത്തിയുടെ അമ്മയോട് എനിക്ക് പറയണം. എന്നിട്ട് അവരിവിടുന്ന് കരഞ്ഞോണ്ട് ഇറങ്ങി പോണം എന്നായിരുന്നു എന്റെ പ്ലാൻ. പക്ഷെ എന്റെ പ്ലാൻ മൊത്തം മാറി. ഏട്ടത്തിയുടെ മുഖത്തുള്ള ആ പേടിയുണ്ടല്ലോ, ഞാൻ എന്തെങ്കിലും പറയോ അമ്മ എന്തെങ്കിലും അറിയോ എന്നുള്ളൊരു പേടി, അത് ശരിക്കും ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് ചാടിക്കയറി പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് ഇത്രയും സന്തോഷം കിട്ടില്ലായിരുന്നു. എടി, നിന്നെ വല്ല സൈക്കാട്രിസ്റ്റിനെ അടുത്ത് കൊണ്ട് കാണിക്കട്ടെ? സന്തോഷത്തോടെ ഇരിക്കുന്ന ഏതെങ്കിലും മനുഷ്യനെ സൈക്കാട്രിസ്റ്റിനെ കാണിക്കണ്ടേ പ്രകാശേട്ടാ? എടി, മറ്റുള്ളവരുടെ സങ്കടം കാണുമ്പോ അല്ലേ നിനക്ക് ഈ സന്തോഷം? എല്ലാവരുടെയും ഇല്ല, നിങ്ങളുടെ ഏട്ടത്തിയുടെ മാത്രമേ ഉള്ളൂ. അതാ, ഇതൊരു മനോരോഗം തന്നെയാ. ആണെങ്കിൽ കണക്കായിപ്പോയി. നിങ്ങളുടെ ഏട്ടത്തിയെ പരമാവധി സങ്കടപ്പെടുത്തി ഞാൻ സന്തോഷിക്കും. ഓരോ ദിവസവും അതിന്റെ അളവ് കൂട്ടി കൂട്ടി ഞാൻ ദ്രോഹിക്കും. അങ്ങനെ അവരെ ദ്രോഹിച്ചില്ലാതാക്കിയിട്ട് നിങ്ങൾ എന്നെ സൈക്കാട്രിസ്റ്റിനെ കാണിച്ചു. എനിക്ക് ബോറടിക്കുന്നു. ഞാനെന്ന് അവരെ ഒന്ന് കുത്തി നോയിച്ചിട്ട് വരാം. ഭ്രാന്താണ്. എന്താ സുധേ വിശേഷം? കോംപ്രമൈസ് ടോക്കിന് ഞാൻ വിളിച്ചാ നിങ്ങൾക്ക് വരാൻ പറ്റത്തില്ല അല്ലേ? സുധ വിളിച്ച നാരായണൻ വരും, വക്കീൽ നാരായണൻ വരില്ല. അതെന്താ? ജോലി വേറെ, വീട് വേറെ. ഞാൻ എത്ര തവണ പറഞ്ഞിട്ടുണ്ട് സുധേ.
ശരി, എന്നിട്ട് എന്ത് തീരുമാനിച്ചു? കോംപ്രമൈസ് ടോക്കിന് വരുന്നുണ്ടോ ഇല്ലേ? എൻ്റെ ക്ലയൻറ്റ് ഇപ്പോൾ വരും. ഞങ്ങളൊന്ന് ഡിസ്കസ് ചെയ്തിട്ട് തീരുമാനം പറയാം. എന്താണ് വക്കീൽ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞു? മോഹനുമായിട്ടൊരു കോംപ്രമൈസ് ടാക്കിന് നമ്മൾ രണ്ടുപേരും ചെല്ലാനാണ് പറഞ്ഞിരിക്കുന്നത്. കോംപ്രമൈസ് ടോക്കോ? അവൾ അബോർഷൻ സമ്മതിച്ചോ? നോക്കിയിരുന്നോ, ഇപ്പൊ നടക്കും. പിന്നെ എന്തോന്ന് കോംപ്രമൈസ്? സ്വന്തം കെട്ടിയവനെ 10-20 കൊല്ലം ജയിലിടണ്ടെന്ന് അവൾ വിചാരിച്ചിട്ടുണ്ടാവും. അത് പറഞ്ഞ് മനസ്സിലാക്കാനായിരിക്കും. നമുക്ക് കാണാം ആരാ ജയിലിൽ പോകുന്നതെന്ന്. പിന്നെ വക്കീലേ, നമ്മൾ രണ്ടുപേരും സംസാരിക്കുമ്പോൾ എതിർഭാഗത്തു നിന്നുള്ള ആൾക്കാർ എന്തിനാണ് ഈ കേട്ടിരിക്കുന്നത്? ഇത് എന്റെ വീടാ, എനിക്ക് സൗകര്യമുള്ളിടത്ത് ഞാൻ നിൽക്കും. വക്കീലേ, കേസിന്റെ കാര്യങ്ങളൊന്നും വിശ്വസിച്ച് സംസാരിക്കാൻ പറ്റിയ സ്ഥലമല്ലത്. ചാരന്മാരുണ്ട്. പിന്നെ നിങ്ങളുടെ കേസിന് ചാരപ്പണി നടത്തിയിട്ടുണ്ടല്ലോ ഞങ്ങൾക്ക് ഞങ്ങളുടെ കേസ് ജയിക്കാൻ. ഒന്ന് പോ മനുഷ്യൻ. അത് പോട്ടെ വക്കീല്, ഇത് പറ, എന്താ കോംപ്രമൈസ്? എന്ത് കോംപ്രമൈസ് ആണെന്ന് അവിടെ ചെന്നാലേ അറിയാൻ പറ്റുള്ളൂ. അവിടെ ചെന്നാൽ അവരുടെ വക്കീൽ എങ്ങനെയാണെന്നും വക്കീലിനോട് ഇവർ തന്നെ പറ്റി എന്തൊക്കെയാണ് പറഞ്ഞു പിടിപ്പിച്ചിരിക്കുന്നതെന്നും നമുക്കറിയാൻ പറ്റും. അതുമാത്രമല്ല, ഇനിയിപ്പോൾ തൻ്റെ ആഗ്രഹം പോലെ ആവണി കുഞ്ഞിനെ വേണ്ടെന്ന് വെച്ചാലോ? അങ്ങനെ കുഞ്ഞിനെ വേണ്ടാന്ന് നോക്കാൻ 1% ചാൻസ് ഉണ്ടെങ്കിൽ ഞാൻ കോംപ്രമൈസിന് തയ്യാറാവും. സാധ്യതയുണ്ട്, നമുക്ക് പോവാം. പക്ഷെ കുറച്ച് ദിവസം കഴിഞ്ഞ് മതി. നമുക്കൊരു വെയിറ്റ് വേണ്ടടോ. വേണം, വെയിറ്റ് വേണം. വെയിറ്റ് ഇട്ടിട്ടൊരു പരിപാടിയും വേണ്ട. മതി അമ്മ. ആവണി, നീ എന്താ മോഹന് വിളമ്പാത്ത? സാരല്ലോ, ഞാൻ ഇവിടെ നിൽക്കോളാം. ആ, അത് ശരിയല്ലല്ലോ. മോഹന് വിളമ്പി കൊടുക്കാവണി. ഏട്ടത്തിക്ക് ബുദ്ധിമുട്ടാണേ ഞാൻ വിളമ്പാം അമ്മ. വേണ്ട മോളെ, ആവണി വിളമ്പും.